പറയുന്ന അസ്ഹാബുൽ ഹദീസ്, അസ്ഹാബുൽ അസർ, ഈ പറയുന്ന അഹ്ലുൽ അസർ, ഈ പറയുന്ന ഇവരോട് കടപിടിക്കുന്ന മറ്റു ഒരു കക്ഷികളുമില്ല എന്ന് വിശദീകരിച്ചു. ചുരുക്കത്തിൽ ആ പേര്, അതിന്റെ പ്രസക്തി, അതുകൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ അൽ ഫിർഖത്തുൻ നാജിയ, അത്വായിഫത്തുൽ മൻസൂറ, ഈ പേരിലും ഈ പറയുന്ന സലഫികൾ അറിയപ്പെടുന്നു. അൽ ഫിർഖത്തുൻ നാജിയ, ത്വായിഫത്തുൽ മൻസൂറ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് വന്ന പ്രസിദ്ധമായ ഹദീസ് ധാരാളം മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ന ബനി ഇസ്രാഈൽ ഇഫ്തറഖത് അലാ 71, നമ്മൾ ധാരാളം കേട്ട ജൂതന്മാരായ ആളുകൾ 71 വിഭാഗങ്ങളായി, നസാറാക്കൾ 72 വിഭാഗങ്ങളായി, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളാകും. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. ഏതാണത് എന്ന് ചോദിച്ചപ്പോൾ വഹിയൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൃത്യമായി പറഞ്ഞു വഹിയൽ ജമാഅ. മറ്റൊരു റിവായത്തിൽ മാ കാന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്ന് ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ എന്ന് പറഞ്ഞ ജമാഅത്ത്. ത്വായിഫത്തുൽ മൻസൂറ എന്ന് പറയുന്ന മറ്റ് അതിന്റെ ശേഷം വേറെ റിവായത്തിൽ കൂടെ വന്ന ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അൽ ഹഖി മൻസൂരീൻ ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. അത്വായിഫൽ മൻസൂറ, മൻസൂർ സഹായം സിദ്ധിച്ചവരി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അത്വായിഫത്തു അൽ ഫിർഖത്തുൻ നാജിയ, ഇവിടെ 73 വിഭാഗങ്ങളാകും, 73 വിഭാഗങ്ങൾ, അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് രക്ഷപ്പെട്ടവര്. അപ്പൊ അത്വായിഫത്തുൽ മൻസൂറ എന്ന് പറയുന്ന ആ അർത്ഥത്തിലുള്ള ആശയം, ആ പേര് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഈ ഹദീസിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അൽ ഫിർഖത്തുൻ നാജി, ഈ ലോകത്ത് വഴികേടിൽ നിന്ന്, ലലാലത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. ഈ ലോകത്ത് വഴികേടിൽ നിന്ന്, ലലാലത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. പരലോകത്ത് നരകശിക്ഷയിൽ നിന്നും സുരക്ഷിതരാകുന്ന ഏക വിഭാഗം ആളുകൾ അൽ ഫിർഖത്തുൻ നാജിയ, അത്വായിഫത്തുൽ മൻസൂറ. ഇമാം ലാലിക്കായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശർഹ് ഉസൂലി ഇഅ്തിഖാദി അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു ഫഹിയ ത്വായിഫത്തുൽ മൻസൂറ, ഈ പറയുന്ന സലഫികൾ ഇവര് അള്ളാഹുവിന്റെ സഹായം സിദ്ധിച്ച കക്ഷികളാണ്. വൽ ഫിർഖത്തുൻ നാജിയ, ഈ ലോകത്ത് വഴികേടിൽ നിന്നും പരലോകത്ത് നരകശിക്ഷയിൽ നിന്നും സുരക്ഷിതരായ വിഭാഗങ്ങളാണ്. വൽ ഉസ്ബത്തുൽ ഹാദിയ, അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവരാണ്. വൽ ജമാഅത്തുൽ ആദിലതു അൽ മുതമസ്സികത്തു ബിസ്സുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെയും ഖുലഫാ ഉർ റാഷിദുകളുടെയും സഹാബത്തിന്റെയും മുൻഗാമികളുടെയും സുന്നത്ത് മുറുകെ പിടിച്ച നീതിയുക്തരായ ജമാഅത്ത് കൂട്ടം, ആൾക്കൂട്ടം ഇവരായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിൽ പറഞ്ഞു അമ്മാ ബഅദ് ഫഹാദാ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയത്തി അൽ മൻസൂറത്തി ഇലാ ഖിയാമിസ്സാ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ട് ഈ ലോകത്ത് വഴികേടിൽ നിന്നും പരലോകത്ത് നരകശിക്ഷയിലും സുരക്ഷിതരായ ആ വിഭാഗത്തിന്റെ വിശ്വാസമാണ് അഹ്ലി സുന്നത്തി വൽ ജമാഅ. അപ്പൊ ഈ പറയുന്ന പണ്ഡിതന്മാർ മുഴുവനും, മുൻഗാമികളായ ആളുകൾ മുഴുവനും സ്വീകരിച്ച് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകളിൽ ഈ അസ്സലഫിയ എന്ന് പറയുന്നത് പോലെ, അസ്സലഫിയത്ത് എന്ന് പറയുന്നത് പോലെ ഈ പേരുകളിൽ ഇവരെ വിശേഷിപ്പിക്കുന്നത്. അല്ലാമ ഹാഫിദുൽ ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മആരിജുൽ ഖബൂൽ എന്ന് പറയുന്ന അഖീദയുമായി ബന്ധപ്പെട്ട ആ ഗ്രന്ഥത്തിൽ പറഞ്ഞു വഖദ് ജാഅ ഖബറു സ്വാദിഖിൽ മസ്ദൂഖ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വന്നിരിക്കുന്നു അന്നൽ ഫിർഖത്തൻ നാജിയത ഹും മൻ കാന അലാ മിസ്ലി മാ കാന അലൈഹി ഹുവ അസ്ഹാബുഹു. ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്നത് റസൂലും തന്റെ സഹാബത്തും സ്വീകരിച്ച ആ മാർഗം കൃത്യമായി പിന്തുടരുന്ന, അത് അനുസരിച്ച് പോകുന്ന ആളുകളാണ് എന്നുള്ളത് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മറ്റൊരു പേരാണ് അൽ ഖുറബ. അൽ ഖുറബ അപരിചിതർ, അപരിചിതർ, അവർ ജീവിക്കുന്ന സമൂഹത്തിൽ അപരിചിത്വം പേറുന്ന ആളുകൾ, പരിചയമില്ലാത്തതുപോലെ മറ്റുള്ള ആൾ, നിങ്ങൾക്കൊരു പ്രത്യേകതയാണ്, നിങ്ങളിവിടെ ജീവിക്കുന്നത് സൗദി അറേബ്യയിലൊന്നല്ലല്ലോ, ഇവിടെ അല്ലേ, ഇവിടെ നിന്ന് നടക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് പല ആളുകളും വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരെ വേഷം കാണുകയാണെങ്കിൽ, ഇവരുടെ സ്വഭാവം കാണുകയാണെങ്കിൽ, ഇവരുടെ നിസ്കാരത്തെ തൊട്ടതിൽ മുഴുവനും നാട്ടിലുള്ള പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് അപരിചിതത്വം അനുഭവപ്പെടുന്ന ആളുകൾ അൽ ഖുറബ. ഈ പേരിൽ ഹദീസിൽ വന്നിട്ടുണ്ട് ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ളക്കെ സഹീഹായ ഹദീസുകളിൽ വന്ന് തയ്യിബ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദ, ഇസ്ലാം അത് അപരിചിതമായി കൊണ്ടാണ് ഈ ലോകത്ത് വന്നത്. ആദ്യം അല്ലാഹുവിന്റെ റസൂൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, എണ്ണപ്പെട്ട ആളുകൾ, തുച്ഛം ആളുകൾ വന്നുകൊണ്ടാണ് ഇസ്ലാം രംഗത്ത് വന്നത്. വസയഊദു ഗരീബൻ കമാ ബദ, അത് എങ്ങനെ അത് ആരംഭിച്ചുവോ അതുപോലെ അപരിചിതമായി കൊണ്ടത് മടങ്ങുകയും ചെയ്യും. നോക്കണം, നമ്മൾ സഹീഹായ ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനമാണ്. ഇന്ന് ലോകത്ത് കോടിക്കണക്കിനുള്ള മുസ്ലിമീങ്ങളുണ്ട്. ഈ പറയുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങളിൽ അവസാന കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ ഒരു മനുഷ്യർ പെട്ടെന്നത് ഉൾക്കൊള്ളാൻ കഴിയൂല. അപരിചിതമായിക്കൊണ്ട് ഇന്ന് ലോകത്ത് മുഴുവനും മുസ്ലിമീങ്ങൾ പരന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് അത് എങ്ങനെ ആരംഭിച്ചുവോ അതുപോലെ അപരിചിതമായിക്കൊണ്ട്
യഥാർത്ഥ ദീനുൽ ഇസ്ലാം കൃത്യമായി അത് പിന്തുടർന്ന് ഫോളോ ചെയ്യുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇതുപോലത്തെ അപരിചിതത്വമാണ് ലോകത്ത് എവിടെ ചെന്നാലും അനുഭവപ്പെടുന്നത്. ഫതൂബാ ലിൽ ഖുറബാ, എല്ലാവിധ ആശംസയും എല്ലാവിധ സന്തോഷവും സ്വർഗത്തിലുള്ള മഹത്തായ പദവികളും ശ്രേഷ്ഠതകളും ഇവരെ കാത്താണിരിക്കുന്നത്. ഇവരാണ് അതിന്റെ വക്താക്കൾ. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഇസ്തൗസൂ ബി അഹ്ലി സുന്നത്തി ഖൈറാ, അഹ്ലുസുന്നന്റെ ആളുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് നന്മ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാണ്. ഫഇന്നഹും ഖുറബാ, അവർ ലോകത്ത് അപരിചിതർ. അന്നത്തെ സമയത്ത് ഹിജ്റ 200-300 കാലഘട്ടത്തിൽ അവർ പറയാണ്, ഇവർ ലോകത്ത് അപരിചിതരാണ്. ളലാലത്തിന്റെ ബിദഅത്തിന്റെ ആളുകൾ പല സ്ഥലങ്ങളിലും അത് കൂടിയത് കാരണം മഹാനായ ഈ ഇമാം പറയാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന ഹദീസിൽ ഈ പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വൽ മുഅ്മിനൂന ഫി അഹ്ലിൽ ഇസ്ലാമി ഖുറബ, മുസ്ലിമീങ്ങൾ ലോകത്ത് ധാരാളമുണ്ട്, കൃത്യമായ ഈമാനുള്ള ആളുകൾ അപരിചിതരാണ്, വളരെ കുറവാണ്. വ അഹ്ലുൽ ഇൽമി ഫിൽ മുഅ്മിനീന ഖുറബ, മുഅ്മിനീങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ കൃത്യമായി ദീന് പഠിച്ച ഇൽമുള്ള ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ നമുക്കറിയുന്നതാണ്. വ അഹ്ലു സുന്നത്തില്ലദീന യുമയ്യിസൂനഹാ മിനൽ അഹ്വാഇ വൽ ബിദഅഇ ഫീഹിം ഖുറബ, അതിൽ തന്നെ ബിദഅത്തും ദേഹ ഇച്ഛകളും താല്പര്യങ്ങളൊന്നും ഇല്ലാതെ പൂർണ്ണമായി കൃത്യമായി സുന്നത്ത് പിന്തുടർന്നു കൊണ്ടുപോകുന്ന ആളുകൾ അവർ അപരിചിതരാണ്, വളരെ കുറവാണ്. വദ്ദഊന ഇലൈഹാ അസ്വാബിറൂന അലൽ അദൽ മുഖാലിഫീൻ ഹും അശദ്ദു ഹഉലാഇ ഖുറബ, അതിൻ്റെയും പുറമെ ഈ കൃത്യമായ മൻഹജിലേക്ക്, ഈ അഖീദയിലേക്ക്, ഈ വഴിയിലേക്ക് പ്രബോധനം നടത്തിക്കൊണ്ട് ആളുകളിൽ നിന്ന് വിമർശനങ്ങളും എതിർപ്പുകളും ഉപദ്രവങ്ങളും സഹിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അതിലേറെ കുറവാണ്. വലാക്കിൻ, പക്ഷേ ഇങ്ങനെ അപരിചിതരാണെങ്കിൽ പോലും ഹഉലാഇ ഹും അഹ്ലുല്ലാഹി ഹഖ, ഇവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ആളുകൾ. അതുകൊണ്ട് തന്നെ ഫലാ ഖുർബത അലൈഹിം, യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് ഒരു അപരിചിതത്വമില്ല, അവർക്ക് പേടിക്കാനൊന്നുമില്ല. അവർക്ക് സമാധാനിപ്പിക്കാൻ, അവരെ ഏറ്റെടുക്കാൻ, അവരെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. വ ഇന്നമാ ഖുർബത്തുഹും ബൈനൽ അക്സരീന അല്ലദീന, ബഹുഭൂരിഭാഗം ആളുകളുടെ ഇടയിൽ ഇവരുടെ അപരിചിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടുതൽ ആളുകളെ കുറിച്ച് പറഞ്ഞത് വ ഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലുക അൻ സബീലില്ലാ, ഭൂമിയിലുള്ള ബഹുഭൂരിഭാഗം ആളുകൾ അധികരിച്ചവരും വഴിപയച്ചവരാണ്. അവരെ പിന്തുടർന്നെങ്ങാനും നീ പോകുന്ന പക്ഷം അവർ നിന്നെ വഴികേടിലാക്കും എന്നാ പറഞ്ഞത്. അവർക്കാണ് യഥാർത്ഥത്തിൽ, ഈ ഭൂരിപക്ഷത്തിനാണ് യഥാർത്ഥത്തിൽ അപരിചിതത്വമുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള അപരിചിതത്വം, അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള, അള്ളാഹുവിന്റെ ദീനിൽ നിന്നുള്ള അപരിചിതത്വമുള്ളത് ബഹുഭൂരിപക്ഷത്തിനാണ്. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പോകുന്ന ഈ പറയുന്ന ഖുറബാക്കൾക്ക് യാതൊരു അപരിചിതത്വമില്ല. അള്ളാഹുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്, അള്ളാഹുവിന്റെ റസൂലിനുമായിട്ട് ഏറ്റവും പരിചയവും ബന്ധവുമുള്ളവരായിരിക്കും. ദീനുൽ ഇസ്ലാം കൃത്യമായി അറിയുന്നവരും അത് പരിചയപ്പെട്ടവരും അതനുസരിച്ച് പോകുന്നവരുമായിരിക്കും. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അപരിചിതത്വമില്ല തന്നെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖുറബാ എന്ന്. ഈ പറയുന്ന ആളുകൾ വഹഉലാഇ ഹുമുൽ ഖാബിദൂന അലൽ ജമരി ഹഖ അലൽ ജംരി ഹഖൻ, തീക്കണന്മേൽ പിടിച്ചു നിൽക്കുന്നവര് അവസാന കാലത്തുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ ഈ ഖുറബാക്കൾക്ക്, ദീന് കൃത്യമായി പഠിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് തീ കണമിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ. ഒരു സൽക്കാരത്തിന് ചെന്നാൽ അവിടെ പ്രയാസം, ഒരു കല്യാണത്തിന് ചെന്നാൽ അവിടെ പ്രയാസം, മാർക്കറ്റിലും അങ്ങാടിയിലും ചെന്നാലും കുടുംബത്തിൽ മരിച്ച സ്ഥലത്ത് ചെന്നാലും ഇവരെ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥയായിരിക്കും. ബഹുഭൂരിപക്ഷവും ഇവർക്കെതിരായിരിക്കും. തീ കണമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലത്തെ ഒരു അസ്വസ്ഥനായിരിക്കും ഈ ആളുകൾ, ഈ ഖുറബാക്കൾ. വഅക്തറുന്നാസി ബൽ കുല്ലുഹും ലാഇമുൽ ലഹും, ഭൂരിപക്ഷം ആളുകളും ഇവരെ വിമർശിക്കുന്നവർ, ഇവരെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും. ഫലി ഖുർബത്തിഹിം ബൈന ഹാദൽ ഖൽഖി യഉദ്ദൂനഹും അഹ്ലു ശുദൂദിൻ വബിദ്അത്തിൻ വമുഫാറഖത്തിൽ സവ, ആളുകൾ ഇവരെ ഒറ്റപ്പെട്ടവരായിട്ട്, ഇവര് പുത്തൻവാദികളായിട്ട്, ഇവര് ബഹുഭൂരിപക്ഷത്തിന് എതിര് നിൽക്കുന്ന ആളുകളായിട്ട്, ഇവര് നാട്ടിലും സമൂഹത്തിനും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിട്ടാണ് ജനങ്ങൾ കാണുക. ബലിൽ ഇസ്ലാമുൽ ഹഖ് അല്ലദീ കാന അലൈഹി റസൂലുള്ളാഹി വ അസ്ഹാബുഹു ഹുവൽ യൗമ അശദ്ദു ഖുർബതൻ മിൻഹു ഫീ അവ്വലി ദുഹൂരി. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അന്നത്തെ കാലത്ത് പറയാണ്, ഹിജ്റ 700-600 കാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ഇസ്ലാം അതിന്റെ ആരംഭത്തിൽ ഏതൊരു അപരിചിതത്വം നേരിട്ടുവോ അതിലേറെ പ്രയാസകരമായ കഠിനമായ ഒരു അപരിചിതത്വം ഇന്ന് മുസ്ലിമീങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജീവിക്കുന്ന നമ്മുടെ അവസ്ഥകൾ എന്തായിരിക്കും? വഇൻ കാനത് അലാമുഹു വറസൂമുഹു ളാഹിറത്തു മശ്ഹൂറത്തുൻ മഅറൂഫ, ഇസ്ലാമിന്റെ പ്രസിദ്ധമായ നിസ്കാര, ജമാഅത്ത് നിസ്കാരാണെങ്കിൽ, പള്ളികളാണെങ്കിൽ, ബാങ്കാണെങ്കിൽ, മറ്റുള്ള ഹജ്ജ, ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഫൽ ഇസ്ലാമുൽ ഹഖീഖിയ്യു ഗരീബുൻ ജിദ്ദൻ, യഥാർത്ഥ ഇസ്ലാം പൂർണ്ണമായ നിലക്ക് ഇന്ന് അപരിചിതമാണ് ബഹുഭൂരിഭാഗം ആളുകളിലും. വഅഹ്ലുഹു ഖുറബാഉ അശദ്ദൽ ഖുർബത്തി ബൈനന്നാസ്, ഈ യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ മനുഷ്യരുടെ ഇടയിൽ
യഥാർത്ഥത്തിൽ അതികഠിനമായ ഒരു അപരിചിതത്വത്തിൽ അവർ മുന്നേറുകയാണ് എന്ന്. ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നൽ ഇസ്ലാമ ഹുവ സുന്ന. ചുരുക്കത്തിൽ ഇതാണ് സലഫിയത്ത്. ഈ പറയുന്ന സലഫിയത്ത് യഥാർത്ഥ ഇസ്ലാമാണത്. ഈ പറയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്കത് കൃത്യമായി മനസ്സിലായി. ഇസ്ലാം എന്ന് പറയുന്ന അത് തന്നെയാണ് സുന്നത്ത്. വസ്സുന്നത്തു ഹിയൽ ഇസ്ലാം വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖിർ. ഈ സുന്നത്ത് വേറെ ഇസ്ലാം വേറെയല്ല. യഥാർത്ഥ ഇസ്ലാം അതാണ് സുന്നത്ത്, അത് തന്നെയാണ് സലഫിയത്ത്. അതാണ് അഹ്ലുൽ ഉറബാഉം അതേപോലെ അഹ്ലുൽ ഹദീസും അഹ്ലുൽ അസറും ഇവർ സ്വീകരിച്ച യഥാർത്ഥ ദീൻ ഇതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വ ത്വരീഖത്തുഹും ഹിയ ദീനുൽ ഇസ്ലാം. ഇവർ സ്വീകരിച്ച ഈ ദീന് ഇത് യഥാർത്ഥ ദീനുൽ ഇസ്ലാമാണ്. ദീനുൽ ഇസ്ലാമിന്റെ പൂർണ്ണമായ രൂപം അതാണിത്. അൽ ഇസ്ലാമുല്ലദീ ബഅസല്ലാഹു ബിഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിനെ അയച്ച യഥാർത്ഥ ദീൻ അത് തന്നെയാണ് ഈ സുന്നത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്, സലഫിയത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാകിൻ ലമ്മാ അഖ്ബറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ഉമ്മത്തഹു സതഫ്തരിഖു അലാ 73 ഫിർഖ. തന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി ഛിന്ന ഭിന്നമാകും. കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞില്ലേ, ആ ഒന്ന് എന്ന് പറയും വഹിയൽ ജമാഅ. അത് തന്നെയാണ് ഈ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, അത് തന്നെയാണ് അസ്സലഫിയത്ത്. വഫിൽ ഹദീസ് അൻഹു, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിഭാഗത്തിനെ വിവരിച്ചത്, ഹും മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി അൽയൗമ വ അസ്ഹാബി. ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം പിന്തുടരുന്ന ആളുകൾ. അത് അൽ ജമാഅ എന്ന് മറ്റൊരു റിവായത്തിൽ വന്നു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി അൽയൗമ വ അസ്ഹാബി എന്ന് വേറെ റിവായത്തിൽ വന്നു. രണ്ടും വന്നു തന്നെ. സാറൽ മുതമസ്സിഖൂന ബിൽ ഇസ്ലാമിൽ മഹദിൽ ഖാലിസി അനി ഷൗബ്. ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന്, ദേഹ ഇച്ഛകളിൽ നിന്ന്, ആളുകളുടെ യുക്തികളിൽ നിന്ന്, അതിൽ നിന്ന് മുഴുവനും ക്ലിയറായ, അതിൽ നിന്ന് മുഴുവനും സുരക്ഷിതമായ ദീനുൽ ഇസ്ലാം മുറുകെ പിടിക്കുന്ന ആളുകൾ ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾ. അതാണ് സലഫിയത്ത്, അതാണ് ദീനുൽ ഇസ്ലാം. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ എന്തുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്തിനാ ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ അസറിന്റെ ആളുകളാണ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രത്യേകമായ പേര് സ്വീകരിക്കേണ്ടി വന്നു? എന്നാൽ പിന്നെ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ പോരെ? അതിന് മറുപടിയായിക്കൊണ്ട് മുഹമ്മദ് ബിൻ ഉമർ ബാസമൂൽ ഹഫിളഹുല്ല, മക്ക ഏരിയയിലുള്ള മുഫ്തിയായി ഇന്ന് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന മഹാനായ ആ പണ്ഡിതൻ അതിന് കൃത്യമായൊരു മറുപടി തരുന്നു. നമ്മളൊക്കെ സലഫികളാണ്, അസരിയാണ്, സുന്നിയാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പിന്നെ നിങ്ങൾക്ക് മുസ്ലിമീങ്ങളാ എന്ന് പറഞ്ഞുകൂടെ? യഥാർത്ഥ ഇസ്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ പിന്നെ ഈ പുതിയ പേരുകൾ സ്വീകരിക്കുന്നു? ഷെയ്ഖിനോട് അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ സലഫികൾ എന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങൾ മുസ്ലിമീങ്ങളാ എന്ന് പറഞ്ഞുകൂടെ? അതിന് മഹാനായ പണ്ഡിതൻ കൊടുത്ത മറുപടി തന്നെയാണ് നമുക്കും എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ മുന്നിൽ വന്നൊരു കാഫിർ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നാം അവനോട് പറയും ഞാൻ മുസ്ലിമാണ്. നമ്മുടെ മുന്നിൽ വന്നവൻ കാഫിറാണെങ്കിൽ അവനോട് പറയും ഞാനൊരു മുസ്ലിമാണ്. അവനോട് ഞാൻ സലഫിയ സുന്നിയ എന്ന് പറയേണ്ട ആവശ്യമില്ല, അവൻ കാഫിറാണ്. നമ്മൾ അവനോട് പറയും ഞാൻ മുസ്ലിമാണ് എന്ന്. നേരെ മറിച്ച് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഒരു അഖലാനി വരികയാണ്, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹദീസിനെ തള്ളുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വരികയാണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അവനോട് പറയും ഞാനൊരു അസരിയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും അവിടുത്തെ സഹാബത്തിൻ്റെയും അസറുകൾ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് കാര്യങ്ങളെ വിശകലനം ചെയ്യേ, അതനുസരിച്ച് കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കിയേ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയും. മുന്നിലുള്ളവൻ അഖലാനിയാണെങ്കിൽ, അഖലിന് പ്രാധാന്യം കൊടുത്ത് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ന്യായീകരിക്കുന്നവനാണെങ്കിൽ, നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഒരു റാഫിലി, ഒരു ഷിയ സഹാബികളെയും ബഹുഭൂരിഭാഗം സഹാബികളെയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ വിമർശിക്കുന്ന കുഫാറുകളാണ് എന്ന് പറയുന്ന ഒരു ഷിയാക്ക് അവൻ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഖുറാഫികളെ പോലത്തൊക്കെ ബഹുഭൂരിഭാഗം റാഫിലികളുടെ ഷിയാക്കളുടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ. അവർ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ സുന്നിയാണ് എന്ന് പറയും. ഞാൻ സുന്നിയാണ്, സുന്നത്തിനെ, ആ സുന്നത്തിന്റെ വക്താക്കളായ സഹാബികൾ ആദരിക്കുന്ന ആളാണ്, ഞാൻ അവരെ പിന്തുടരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുന്നിയാണ് എന്ന് പറയും. നാട്ടിലുള്ള ഖുറാഫികളെ ചില ആളുകൾ സുന്നി എന്ന് പറയലുണ്ട്. ആ പേരിന് അവർ അർഹരല്ല, ആ പേരിൽ അവരെ വിശേഷിപ്പിക്കാനും പാടില്ല. അവർ സുന്നത്തിന്റെ വക്താക്കളുമല്ല. അവർ ഈ ഷിയാക്കളെയും മറ്റുള്ള ആളുകളെയും അനുകരിക്കുന്ന, അവരെ പിൻപറ്റുന്നവരായതുകൊണ്ട് സുന്നി എന്നുള്ള പേരിന് അർഹൻ സുന്നത്തിനെ പിൻപറ്റുന്നവനാണ്. അതിനെ തെളിവും രേഖയുമായി അതിനെ മാതൃകയാക്കുന്നവനാണ് സുന്നി എന്നുള്ള പേരിന് അർഹൻ. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആളുകൾ അവർ ഒരിക്കലും വിശേഷിപ്പിക്കുമ്പോൾ സുന്നികൾ എന്ന് പറയരുത്. ഖുറാഫികൾ എന്നോ ഖുബൂരികൾ എന്നോ സൂഫികൾ എന്നോ
മറ്റുള്ള ഏതെങ്കിലും അവരിഷ്ടപ്പെട്ട സ്വീകരിച്ച പേരുകളിലാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഒരാൾ പറയാണ് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ട ആളാണ്, നമ്മളൊക്കെ ഖിയാമത്ത് നാളിനടുത്ത് ഒരുപാട് പിന്നോട്ട് വന്ന കാലഘട്ടത്തിലുള്ള ആളുകളാണ്, മുൻഗാമികളെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ അവനോട് പറയും ഞാൻ സലഫിയാണ്, ഖലഫിയല്ല, ഈ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ആളല്ല. എൻ്റെ മുൻഗാമികൾ എങ്ങനെ ജീവിച്ചു, അവരെങ്ങനെ പഠിച്ചു മനസ്സിലാക്കി, അവരെ പിന്തുടർന്നു പോകുന്ന ഒരു സലഫിയാണ് ഞാൻ എന്ന് പറയും. ഷെയ്ഖ് ഹഫിളഹുള്ള പറയാണ്, ഈ പറയുന്ന കക്ഷികളൊക്കെ രംഗത്തുനിന്ന് മാറിപ്പോയി. ലോകത്തിഞ്ഞ് മുസ്ലിമീങ്ങൾ മാത്രമുള്ളൂ, യഥാർത്ഥ ദീനുൽ ഇസ്ലാം മാത്രമുള്ള അതിൻ്റെ വക്താക്കളാണ് ഈ ലോകത്ത് ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പേരുകളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മളും പറയും ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന്. എല്ലാവരും മുസ്ലിമീങ്ങളാണ്, പിന്നെ മറുപക്ഷത്തുള്ളത് കുഫാറുകൾ മാത്രമാണ് എങ്കിൽ നമ്മളും പറയും ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന്. നേരെ മറിച്ച് ദീനുൽ ഇസ്ലാമിൻ്റെ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് മുസ്ലിമാണ് ഞങ്ങളെല്ലാവരും എന്ന് പലരും പറയുകയും ദീനുൽ ഇസ്ലാമിന് കടുകവിരുദ്ധമായ കാര്യങ്ങൾ അവർ ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഈ പറയുന്ന മഹത്തായ പേരുകൾ സ്വീകരിച്ചു എന്നുള്ളതുള്ളൂ. അതിന് കൃത്യമായ തെളിവുകൾ ആ പേര് സ്വീകരിക്കാനും അത് പറയാനുള്ള തെളിവുകൾ നിങ്ങൾ കേൾക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിലുണ്ടായിരുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ, മറുവശത്ത് മുശ്രിക്കീങ്ങൾ കുഫാറുകൾ. മദീനയിൽ ചെന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ ജൂതന്മാരുണ്ട്, മറ്റൊരു വിഭാഗം ആളുകൾ കുഫാറുകളുണ്ട്, വേറൊരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ കൂടെ നിസ്കാരത്തിലും യുദ്ധത്തിലും മറ്റും മുഴുവൻ പങ്കെടുക്കുന്ന ഉള്ളിൽ കാപ്പട്യമുള്ള ആളുകളുണ്ടായപ്പോൾ യഥാർത്ഥ ഈമാനുള്ള ആളുകൾ ഇവിടെ മുഅ്മിനീങ്ങൾ, മറ്റു വിഭാഗം ആളുകൾ മുനാഫിഖീങ്ങൾ. ആവശ്യമുള്ള സമയത്ത് ഇത് കൃത്യമായി പരിശുദ്ധ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ വിശേഷിപ്പിക്കേണ്ടി വന്നത്. അതിനുള്ള ആവശ്യകത ഇതാണ്, അതിന്റെ അനിവാര്യതയും ഇതാണ്. ഇത്രയൊക്കെയാണ് സലഫി മൻഹജി എന്നുണ്ടെങ്കിൽ അതിനെ പിൻപറ്റുന്നതിന്റെ ആവശ്യകത, അത് സ്വീകരിക്കുന്നതിന്റെ സ്ഥിതി എന്താണ്, അതിന്റെ അവസ്ഥ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ പറയുന്ന സലഫിയത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, അത് ആരിലേക്ക് ചേർത്തുകൊണ്ടുള്ള മൻഹജാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി, അതൊരു വ്യക്തിയിലേക്കോ ഒരു കൂട്ടം ആളുകളിലേക്കോ ഒരു കക്ഷിത്വങ്ങളിലേക്കോ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെ ഒരാൾ കാര്യം കൃത്യമായി മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സലഫി മൻഹജ് ഒരാൾ സ്വീകരിക്കൽ നിർബന്ധം എന്നല്ല എനിക്ക് പറയാനുള്ളത്, സ്വീകരിക്കണം അത് നിർബന്ധമാണ് എന്നല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് യസ്തഹീലു അലൈഹി ഇല്ലാ അൻ യകൂന സലഫിയൻ. കാര്യം ഇങ്ങനെ കൃത്യമായി കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരു മനുഷ്യൻ സലഫി ആകാതിരിക്കുക എന്ന് പറയുന്നത്, അവൻ സലഫി അല്ലാതെ ജീവിക്കുക എന്നത് മുസ്തഹീലാണ്, സംഭവിക്കാൻ പാടില്ലാത്തത്. ഒരാൾ മുസ്ലിം ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവന് വിജയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, സലഫി മൻഹജി എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് സലഫി അല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. അങ്ങനെയാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം വിശദീകരിച്ചത്. സലഫിയാകണം, അത് നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ മേൽ അറിയിക്കുന്ന ആയാത്തുകൾ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തെളിവായി കൊണ്ടുവന്ന ഹദീസുകൾ അതിൻ്റെ മേൽ അറിയിക്കുന്നതുണ്ട്. മുൻഗാമികളായ ആളുകൾ, മുൻഗാമികളായ സലഫുകൾ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ അവരുടെ അധ്യാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നാം എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്ത് നമുക്ക് നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്ത്, ആ സൂറത്തിൽ നാം അള്ളാഹുവിനോട് അവനെ സ്തുതിച്ചതിൻ്റെ ശേഷം, അള്ളാഹുവിൻ്റെ മേൽ സനാ പറഞ്ഞതിൻ്റെ ശേഷം, അള്ളാഹുവിനെ പ്രകീർത്തിച്ചതിൻ്റെ ശേഷം, അവനോട് സഹായത്തെ തേടിയതിൻ്റെയൊക്കെ ശേഷം നാം അള്ളാഹുവിനോട് തേടുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് അള്ളാഹുവേ നീ ഞങ്ങളെ ചേർക്കണമെന്ന്, നേരായ മാർഗത്തിലേക്ക് നീ ചേർക്കണമെന്ന് പറയുന്നു. ഏതാണ് ഈ നേരായ മാർഗം? ഏതാണ് നേരായ ചൊവ്വായ മാർഗം? മുൻഗാമികളായ താബിഈങ്ങൾ, സഹാബത്തും താബിഈങ്ങളും പലരും അതിനെക്കുറിച്ച് പല പേരുകളിൽ വിശേഷിപ്പിച്ചത് കാണാം. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞത് ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബാഹു മിൻ ബഅദിഹി. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. ആ റസൂലിന്റെ രണ്ട് സാഹിബുമാരാണ്, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായി, രണ്ട് ഖുലഫാ ഉർ റാഷിദുകൾപ്പെട്ട പ്രമുഖർ. അവരുടെ ശേഷം വന്ന സഹാബത്തുമാണ്. അവരുടെ മാർഗം പിന്തുടരണം. ആ മറയുന്ന മാർഗത്തിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കണമെന്ന്, ദീനിന്റെ കാര്യത്തിൽ അവരുടെ മാർഗത്തിലേക്ക് ചേർക്കണം. അതാണ് സിറാത്തുൽ മുസ്തഖീം. തുരീദു അൻ യഹ്ദിയക അല്ലാഹു സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ ഒരാൾക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണം. എല്ലാവരും അല്ലാഹുവിനോട് തേടുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ,
അതിനാവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വഴി ഫൽസം സുന്നത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വൽസം സുന്നത്ത് അസ്ഹാബിഹി വ ത്വരീഖത അസ്ഹാബിഹി മിൻ ബഅദിഹി, റസൂലിൻ്റെ സഹാബത്തിൻ്റെ സുന്നത്ത്, ആ സ്വഹാബത്തിനോട് പിന്തുടർന്ന താബിഈങ്ങളുടെ ആ മാർഗം അത് ഒരാൾ മുറുകെ പിടിക്കണം. എന്നാലേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഈ മുൻഗാമികളായ ഇമാമിങ്ങൾ അഇമ്മത്തുകൾ മനസ്സിലാക്കിയതാണ്. ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല സിറാത്തുൽ മുസ്തഖീം, സംശയമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സിറാത്തുൽ മുസ്തഖീമിലാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമിന് സംശയമുണ്ടോ? അങ്ങനെയല്ല എന്നുള്ളത് ആർക്കുമില്ല. ഫസാലിക്കു സബീലിഹി സാലിക്കു സിറാത്തില്ലാഹിൽ മുസ്തഖീം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരാള് സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്ന ആളാണ്. അതിനോട് പിന്തുടരണം. ആ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ഏറ്റവും ആദ്യം അത് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രശംസ പിടിച്ചു പറ്റിയ ആളുകളാരാ? സ്വഹാബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാർഗം ഒരാൾ പിന്തുടരണം, അത് മുറുകെ പിടിക്കണം. അപ്പൊ അവൻ സിറാത്തുൽ മുസ്തഖീമിലെത്തും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ത്വരീഖത്തുല്ലാഹി അല്ലദീ നസബഹു ലിഇബാദിഹി അലാ അൽസുനി റുസുലിഹി. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അള്ളാഹു അവന്റെ പ്രവാചകന്മാരുടെ നാവിൽ കൂടെ അടിമകൾക്ക് ഇവിടെ നിശ്ചയിച്ചു കൊടുത്ത വഴിയാണ്. വജഅലഹു മൂസിലൻ ലിഇബാദിഹി ഇലൈ, ആ വഴിയിൽ കൂടെയാണ് അള്ളാഹുവിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. വലാ ത്വരീഖ ലഹും ഇലൈഹി സിവ, ആളുകൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ വേറൊരു വഴിയില്ല. ബലിത്തുറുക്കു കുല്ലുഹാ മസ്ദൂദത്തുൻ ഇല്ലാ ഹാദാ, ത്വരീഖത്തിന്റെ ആളാണ്, ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്, ത്വരീഖത്തിന്റെ മാർഗ്ഗമാണ്, ഇന്ന ത്വരീഖത്താണ് ഇന്ന് ആവേശം കൊള്ളുന്നവർക്ക് ആ വഴികൾ മുഴുവനും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല, അടഞ്ഞു കിടക്കുന്നതാണ്. അത് പിശാചിലേക്കുള്ള വഴികളാണ്. വഹുവ ഇഫ്റാദുഹു സുബ്ഹാനഹു, അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹു തൗഹീദുല്ലാഹി, അതേപോലെ തന്നെ അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് കൃത്യമായി ആ റസൂലിനെ പിന്തുടരുക. ഇതാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഒരാൾക്ക് എത്താനുള്ള ഏക മാർഗം, അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇൻ ആമനൂ. അന്ന് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ജൂതനസാറാക്കളോടാണ് പറയുന്നത്, അവർ വിശ്വസിക്കുന്ന പക്ഷം, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങൾ ഏതൊരു വിശ്വാസമാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിമിസ്ലി മാ ആമൻതും ബിഹി എന്ന തഅക്കീദിന് വേണ്ടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച ആ വിശ്വാസം അവർ സ്വീകരിച്ച പോലെ എന്നല്ല. സഹാബത്തിനോട് പറയാണ്, അന്ന് ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മുഹാജിരീങ്ങളും അൻസാറുകളാണ്. അവരോട് പറയും, നിങ്ങൾ വിശ്വസിച്ച അതേ വിശ്വാസം അവർ വിശ്വസിക്കുന്ന പക്ഷം. അന്ന് ജൂതനസാറാക്കളോട് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഈ ആയത്ത് നിലനിൽക്കുന്നു. അതിൽ പറയുന്നു, ആര് യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം, വിശ്വാസികളാകണം, ഹിദായത്ത് സ്വീകരിച്ചവരാകണം, കിട്ടിയവരാകണം എന്നുണ്ടെങ്കിൽ സഹാബത്തെ നിങ്ങൾ വിശ്വസിച്ച അതേ വിശ്വാസം അവർ സ്വീകരിക്കണം. നിങ്ങളുടെ ആദർശം നിങ്ങളെ പിന്തുടരണം, നിങ്ങൾ സ്വീകരിച്ച ദീന് മാർഗം അതവർ സ്വീകരിക്കുകയും വേണം. എന്നാൽ ഫഖദ് ഇഹ്തദൂ, ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കും. നേരെ സഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ വിശ്വസിച്ച അതേ വിശ്വാസം അവർ സ്വീകരിച്ചാൽ ഫഖദ് ഇഹ്തദൂ, ആൾക്ക് ഹിദായത്ത് കിട്ടി. സഹാബത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരാൾ ദീനാണ് എന്ന് പറഞ്ഞ് ഏത് മാർഗം സ്വീകരിച്ചാലും ഈ ആയത്തിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നു, ഫഇൻ തവല്ലൂ വഇൻ തവല്ലൂ, ഈ പറയുന്ന നിങ്ങളുടെ മാർഗം സ്വീകരിക്കാതെ അവർ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം, ആര് അവരുടെ അക്കല് കൊണ്ടോ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അവർക്ക് തോന്നുന്നതോ അവരുടെ നാട്ടിനനുസരിച്ചോ കാലഘട്ടത്തിനനുസരിച്ചോ ന്യായീകരിച്ചുകൊണ്ട് ദീന് സ്വീകരിച്ചു പോയാൽ അവര് ദീനുൽ ഇസ്ലാമിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, പ്രവാചകന്റെ വഴിയിൽ നിന്ന് അവർ കൂട്ടം തെറ്റിയവരാ. അവർ അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞു പോയ ആളുകളാണ്. അവർ വേറൊരു വഴിയിലാണ്, അള്ളാഹുവും അവന്റെ റസൂലും മുഅ്മിനീങ്ങളും മറ്റൊരു വഴിയിലാണ്. ഫഇന്നമാഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാ, അവരുടെ ശല്യം, അവരുടെ ഉപദ്രവം അള്ളാഹു നിങ്ങൾക്ക് ശേഷം മതിയാക്കി തരും. ജൂതനസറാക്കളുടെ ശല്യം ദീനുൽ ഇസ്ലാമിൻ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അള്ളാഹു മതിയാക്കി കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എവൻ ഏത് വഴിയിൽ പോകുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശർറിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് സുരക്ഷയും രക്ഷയും സമാധാനവും നൽകും. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന മൻഹജിലുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കാര്യങ്ങൾ നൽകുകയും ചെയ്യും. അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീന മിൻ ബഅദി, എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. എൻ്റെ ശേഷം വരുന്ന എൻ്റെ സഹാബത്തിന്റെ ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരെ തുടർന്ന് വന്ന സഹാബത്ത്, അവരുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞതാണ്. ഈ പറയുന്ന ആയാത്തുകൾ, ഈ പറയുന്ന ഹദീസുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൻഹജ് ഒരാൾക്ക് അവന് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ, അവൻ്റെ ഈ ലോകവും പരലോകവും സുരക്ഷിതമാകണമെങ്കിൽ നിർബന്ധമായും ഈ പറയുന്ന മൻഹജ് സ്വീകരിച്ചേ മതിയാകും.
കാരണം ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം. ഈ പറയുന്ന ഇസ്ലാം ദീൻ അവൻ കൃത്യമായി പാലിക്കുക തന്നെ വേണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിച്ചുകൊണ്ട് കൃത്യമായി മൻഹജ് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ, അവൻ രക്ഷയും സുരക്ഷയുമുള്ള ആളായി പോവുകയുള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന് പറയുന്ന കിതാബിൽ ഒരുപാട് ആയത്തുകൾ, അതുപോലെ തന്നെ ഹദീസുകൾ മൻഹജുസ് സലഫ് അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതിൻ്റെ തെളിവായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആയത്തുകൾ. ഈ പറഞ്ഞ ആയത്തുകളിൽ ചിലത്, ഈ പറയുന്ന ആയത്തുകളിൽപ്പെട്ട ഒന്ന് ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി എന്ന് പറയുന്ന സൂറത്ത് യൂസുഫിന്റെ ഏകദേശം അവസാന ഭാഗത്തുള്ള ആയത്ത്. പ്രവാചകരെ നിങ്ങൾ പറയും, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. അദൂ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമാണ് പ്രബോധനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ നഫ്സിലേക്കല്ല, എനിക്കെന്തെങ്കിലും നേടാനോ ഞാൻ എന്തെങ്കിലും ഇതിൽ നിന്ന് കരസ്ഥമാക്കാനോ നിങ്ങളിനെന്തെങ്കിലും പ്രതിഫലത്തിനോ അല്ല, അള്ളാഹുവിലേക്ക് മാത്രമുള്ള ദഅവത്താണ്. സലഫികളുടെ ദഅവത്ത് ആയിരിക്കണം, അങ്ങനെയാണ് താനും. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ അറിവിന്റെയും ഉൾക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ദഅവത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞ ഈ ആയത്ത് തെളിവായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ദഅവത്ത് നടത്തിയത്. ഈ ആയത്തിൽ കൂടെ പറയും, ഞാൻ ആ പറയുന്ന കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്, വമൻ ഇത്തബഅനി, എന്നോട് പിന്തുടർന്ന ആളുകളും സഹാബത്തും കൃത്യമായ അറിവിന്റെ വ്യക്തമായ ലക്ഷ്യത്തിന്റെ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ദഅവത്ത് നടത്തുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന നിലക്ക് ആര് ദഅവത്ത് നടത്തിയാലും കൃത്യമായ തെളിവും ദലീലും രേഖയും വെച്ചുകൊണ്ട് ആരും നമുക്ക് സത്യം യഥാർത്ഥം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദഅവത്ത് നടത്തിയോ അവരെ നമ്മൾ സ്വീകരിക്കണം. എന്താണ് തെളിവ്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് തെളിവായിക്കൊണ്ട് സൂറത്തുൽ ജിന്നിലുള്ള ഒരായത്താണ് അദ്ദേഹം പറയുന്നത്. ജിന്നുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ദഅവത്ത് സ്വീകരിച്ചു. അവിടുന്ന് ദീനിന്റെ അധ്യാപനങ്ങൾ കേട്ട് പഠിച്ച് അവരുടെ ജിന്ന് സമൂഹങ്ങളിലേക്ക് പോയി. ഇവിടുന്ന് കേട്ട ഈ ജിന്നുകൾ അവരുടെ കുടുംബങ്ങളിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, ജനങ്ങളെ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ഈ മനുഷ്യന് നിങ്ങൾ ഉത്തരം ചെയ്യണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരി എന്ന് പറഞ്ഞു. ജിന്നുകൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിലേക്ക് കൃത്യമായ അറിവോടുകൂടെ ആര് ദഅവത്ത് നടത്തുന്നോ അവരുടെ ദഅവത്ത് നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്ത ആൾ, അവിടുത്തെ സഹാബത്ത് അങ്ങനെ ചെയ്ത ആളാണ്. ഈ ആയത്തിൽ അത് കൃത്യമായി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വ്യക്തമായ അറിവിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് ആര് ദഅവത്ത് നടത്തിയോ അവർ സ്വീകരിക്കൽ നിർബന്ധമാണ്. അതൊരു മനുഷ്യന്റെ വിജയത്തിന് അനിവാര്യമാണ് താനും. ഒരു മനുഷ്യന്റെ വിജയത്തിന് അനിവാര്യമാണ് താനും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ثم دلل, മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൻ നിസായിലുള്ള ആയത്തിൽ, സൂറത്തുൻ നിസായിലുള്ള ആയത്ത് വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ثم دلل على هذا الباب بقوله فذكر هذه الآية من سورة النساء. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ومن يشاقق الرسول من بعد ما تبين له الهدى, സൂറത്തുൻ നിസായിലുള്ള ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. അള്ളാഹുവിന്റെ റസൂലിന് ഒരാളെ വിരുദ്ധമായി, എതിരായി, അതേപോലെ തന്നെ റസൂലിന്റെ സഹാബത്തിന്റെയും മാർഗത്തിനോട് ഒരാൾ വിരുദ്ധമായി. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, സത്യം ഹിദായത്ത് ഒരാൾക്ക് കൃത്യമായി വെളിവായതിന്റെ ശേഷം റസൂലിനോട് ഒരാൾ എതിരായി. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതിനോട് പിന്തുടർന്നു. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവരായിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മാത്രമാണ്. സഹാബത്ത് റസൂലിൽ മുഹാജിറൂന വൽ അൻസാർ, അവർ മാത്രമാണ്. അള്ളാഹു ഈ ആയത്ത് പറയുകയാണെന്ന് കൂട്ടിക്കോൾ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ എന്ന് പറഞ്ഞു നിർത്തി അള്ളാഹു. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ലാന്ന് കൂട്ടിക്കോൾ. അത് പറയാതെ അള്ളാഹുവിന്റെ റസൂലിന് ഒരാൾ വിരുദ്ധമായാൽ തന്നെ ആ വ്യക്തി പരാജയത്തിലാണ്, അവൻ നരകത്തിലേക്ക് പോകുന്ന ആളാണ്. ഒരാൾക്കും അതിൽ സംശയമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ റസൂലിന്റെ സഹാബത്തായ മുഅ്മിനീങ്ങളെയും കൂടി കൂട്ടിയിട്ട് പറഞ്ഞു, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതിനോട് പിൻപറ്റിയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന ഭാഗത്തേക്ക് നാം അവനെ തിരിക്കും. വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെയും സഹാബത്തിന്റെയും മാർഗം പിന്തുടരാതെ പുറംതിരിഞ്ഞു പോകുന്ന ആളുകൾക്കുള്ള അതികഠിനമായ ശിക്ഷയും താക്കീതുമാണ് പറയുന്നത്. നേരെ മറിച്ച് ഈ പറയുന്ന സഹാബത്തിന്റെ മാർഗം സ്വീകരിച്ചാലോ
വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാൻ. മുഹാജിർ അൻസാറുകൾ അവരോട് നല്ല നിലക്ക് പിന്തുടരും ചെയ്താൽ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു തൃപ്തിപ്പെടും. ഇവർക്ക് അള്ളാഹുവിനോട് തൃപ്തിയാണ്. ഏതൊരു മുസ്ലിമായി ഇത് ഇഷ്ടപ്പെടാത്തത്? അള്ളാഹു നമ്മെ തൃപ്തിപ്പെടണ്ടേ? നമുക്ക് അള്ളാഹുവിനോട് തൃപ്തിയില്ലേ? ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു വിശേഷണത്തിൽ ഒരാളാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സഹാബത്തിനോട് നല്ല നിലക്ക് പിന്തുടർന്നേ മതിയാകും. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫിഹാ. താഴ്ഭാഗങ്ങളിൽ കൂടെ അരുവികൾ ഒഴുകുന്ന നദികളും പ്രതിഫലങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കാലാകാലം വമ്പിച്ച മഹത്തായ വിജയം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന പ്രതിഫലങ്ങൾ ഇവരെ പിന്തുടർന്ന ആളുകൾക്കുള്ളത്. ഇവരെ പിന്തുടരാതെ പുറംതിരിഞ്ഞു പോകുന്ന ആളുകൾ അള്ളാഹു കൈയൊഴിയും, അവരെ നരകത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുമെന്ന് പറയുന്നു. ഒരു മുസ്ലിം ഇവിടെ ഏത് മൻഹജ് സ്വീകരിക്കും? മുൻഗാമികളായി ഈ സഹാബത്തിനെയും താബിഈങ്ങളെയും പിന്തുടരുവോ? ആ മൻഹജ് സ്വീകരിക്കുവോ? അതല്ലത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങൂ. ആയത്ത് കൃത്യമാണ് ആ വിവരങ്ങൾ വിവരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഹദീസ് പോലെ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറയുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഞാനിവിടെ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൻ നിസാഇൽ ലൗമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ എന്ന് പറയുന്ന ആയത്ത് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉലാത്തുൽ അംരി മിൻ ബഅദിഹി സുനന. അല്ലാഹുവിന്റെ റസൂലും റസൂലിന്റെ ശേഷമുള്ള ഭരണാധികാരികളായ ഖുലഫാ ഉർ റാഷിദീങ്ങളും അവരെ തുടർന്നുകൊണ്ട് സഹാബത്തും ചില മാർഗങ്ങൾ, ചില വഴികൾ നമുക്ക് കൃത്യമായി വെട്ടിത്തെളിയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അൽ അഖ്ദു ബിഹാ തസ്ദീഖുൽ ലികിതാബില്ലാ. അത് ഒരാൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുക എന്നുള്ളത്. വസ്തിക്മാലുൽ ത്വാഅത്തില്ല. ഖുർആനിലും ആ സുന്നത്തിന്റെ വിവരണമായി കൊണ്ടുവന്ന ഹദീസ് അതിൽ പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുക എന്നുള്ളത്. വഖുവത്തുൻ അലാ ദീനില്ല. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യനത് ശക്തിയും പ്രാപ്തിയും നൽകുന്നത്. ലൈസലി അഹദിൻ തഗ്യീറുഹ. അതിന് വിരുദ്ധമായി അതിനെ മാറ്റിമറിച്ച് മുന്നോട്ട് പോകൽ ഒരാൾക്കും അനുവദനീയമല്ല. വലാ തബ്ദീലുഹ. അതിനെ മാറ്റിമറിക്കൽ. വലൻ നളറു ഫീ ഷൈഇൻ ഖാലഫഹ. ആ പറയുന്ന മാർഗത്തിൽ, ഈ പറയുന്ന മുൻഗാമികളുടെ മൻഹജ് വഴി, അതിനോട് വിരുദ്ധമായി ഏതെങ്കിലും ഒന്ന് നോക്കാൻ പോലും പാടില്ല. മൻ അമില ബിഹാ മുഹ്തദിൻ. ആ മാർഗം ഒരാൾ കൃത്യമായി പാലിച്ചാൽ അവൻ ഹിദായത്ത് ലഭിച്ചു. വമൻ ഇൻതസറ ബിഹാ മൻസൂർ. ഒരാൾ അതനുസരിച്ച് ശത്രുക്കളുടെ മുന്നിൽ നിവർന്നു നിന്ന് സഹായം തേടിയാൽ അവന് സഹായം ലഭിക്കും. വമൻ ഖാലഫഹാ വത്തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആ പറയുന്ന മാർഗത്തിന് വിരുദ്ധമായി മുഅ്മിനീങ്ങളായ ആ മുൻഗാമികളുടെ വഴിയല്ലാത്തതിനോട് പിൻപറ്റിയാൽ വല്ലാഹുല്ലാഹു മാ തവല്ല. അവൻ ഏറ്റെടുത്ത ഭാഗത്തേക്ക് അള്ളാഹു അവനെ തിരിച്ചുവിടും. വഅസ്ലാഹു ജഹന്നം. അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ. അവന്റെ അന്ത്യം, അവൻ മടങ്ങി ചെല്ലുന്നത് വളരെ ദുഷിച്ചതായിരിക്കും, വളരെ ചീത്തയായിരിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നീതി കൊണ്ടറിയപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം അറിയപ്പെട്ട നീതിമാനായ ഭരണാധികാരി, മഹാനായ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്റെ ആളുകൾക്ക്, തന്റെ കൂടെയുള്ള ആളുകൾക്ക് വിവരിച്ചു കൊടുത്തത് അങ്ങനെയാണ്. അബൂ ഉസ്മാൻ സാബൂനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്ഹാബുൽ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ട്, വയഅ്തഖിദൂന ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സലഫികൾ, സുന്നികൾ, അസ്ഹാബുൽ ഹദീസ് അവർ അള്ളാഹുവിന്റെ റസൂലിലും അവിടുത്തെ സഹാബത്തിലും വിശ്വസിക്കുന്നു. ആ സഹാബത്തി എന്ന് പറയുന്നത് ഹും കന്നുജൂമി. അവര് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെയാണ്. ബി അയ്യിഹിം ഇഖ്തദൂ ഇഹ്തദൂ. ആര് പറയുന്നത് അവർ സ്വീകരിച്ചാൽ ഹിദായത്ത് മനുഷ്യന്മാർക്ക് ലഭിക്കും. കമാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീഹിം വയഅ്തഖിദൂന ബിസ്സലഫി സ്വാലിഹി മിൻ അഇമ്മത്തിദ്ദീൻ വ ഉലമാഇൽ മുസ്ലിമീൻ. മുൻഗാമികളായ ഉത്തമരായ ആളുകൾ, ദീനുൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, അവർ സ്വീകരിച്ച മാർഗം സ്വീകരിക്കുകയും അവരാണ് യഥാർത്ഥ മൻഹജിന്റെ യഥാർത്ഥ വഴികാട്ടികൾ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. വയതമസ്സകൂന ബിമാ കാനൂ മുതമസ്സികീന മിനദ്ദീനി വൽ ഹഖിൽ മുബീൻ. ഇമാം മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ആജിരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖൈറു സുലൂകി ഹാദ ത്വരീഖി മൻ അറാദല്ലാഹു അസ്സ വജല്ല അലാമത്തു മൻ അറാദല്ലാഹു അസ്സ വജല്ല ബിഹി ഖൈറാ. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കണക്കാക്കിയിട്ടുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് സുലൂകു ഹാദ ത്വരീഖ്, ഈ പറയുന്ന മുൻഗാമികളുടെ വഴി അതിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. കിതാബുല്ലാഹി അസ്സ വജൽ വസുനനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനു അസ്ഹാബിഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, റസൂലിന്റെ സുന്നത്ത്, സ്വഹാബത്തിന്റെ സുന്നത്ത്. വമൻ തബിഅഹും ബിഇഹ്സാനിൻ റഹ്മത്തുള്ളാഹി അലൈഹി തആല അലൈഹിം. ആ പറയുന്ന മുൻഗാമികളോട് പിന്തുടർന്ന നല്ല ആളുകളെ വഴിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. വമാ കാന അലൈഹി അഇമ്മത്തുൽ മുസ്ലിമീന ഫീ കുല്ലി ബലദ്. ഓരോ നാട്ടിലും മുസ്ലിമീങ്ങളുടെ ഇമാമുകളായി ജീവിച്ചിരുന്ന അവരുടെ മാർഗം പിന്തുടരുക.
ഇലാ ആഖിരി മാ കാന മിനൽ ഉലമാഇ മിത്ലൽ ഔസാഇ, ഷാമിലുണ്ടായിരുന്ന ഇമാം ഔസാഇ, സുഫിയാനു തൗരി ഇറാഖിലുണ്ടായിരുന്ന മാലിക് ഇബ്നു അനസ്, അദ്ദേഹം മദീനയിലുണ്ടായിരുന്ന ഇമാം ഷാഫിഈ ഇറാഖിലും മിസ്റിലും ഉണ്ടായിരുന്ന അഹ്മദ് ഇബ്നു ഹംബൽ ഇറാഖിലുണ്ടായിരുന്ന ഖാസിം ഇബ്നു സല്ലാം വമൻ കാന അലാ മിത്ലി ത്വരീഖത്തിഹിം, ഈ പറയുന്ന ഇമാമുകൾ സ്വീകരിച്ച ആ മാർഗം കൃത്യമായി സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾ ഒരാൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു അവന് ഖൈർ കണക്കാക്കിയിട്ടുണ്ട്. ആ മനുഷ്യന് വിജയം, ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി എന്നുള്ളതിന്റെ തെളിവാണ്, ലക്ഷണമാണ്. ത്വയ്യിബ്. അപ്പൊ ചില ആളുകൾ പറയും ഈ സഹാബത്തിനെ മാത്രം നമ്മൾ പിന്തുടരണം, അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. എന്താണ് അവർക്ക് ഇത്ര പ്രത്യേകത? നമുക്ക് അറബി അറിയൂലേ? അറബി സാഹിത്യം നമ്മൾ നേടിയെടുത്തിട്ടില്ലേ? നമ്മളും ഗ്രന്ഥങ്ങൾ നോക്കുന്നു, നമ്മളും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. എന്താ സഹാബത്തിനായിട്ട് ഇത്ര പ്രത്യേകത? അവർക്ക് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്ക് നമുക്കില്ലാത്ത, നമ്മൾ പുരുഷന്മാരാണ്, അവരും പുരുഷന്മാരാണ്. ചില ആളുകൾ അങ്ങനെ പറയാം, ചില ഗ്രന്ഥങ്ങൾ എഴുതി വെക്കും, ഹും റിജാലുൻ വനഹ്നു റിജാൽ, ഓരോ ആണുങ്ങളാണ്, നമ്മളും ആണുങ്ങളാണ്. അവർ ആണുങ്ങളാണ് എന്നുള്ളത് അള്ളാഹും റസൂലും അത് കൃത്യമായി അംഗീകരിച്ച കാര്യമാണ്, അവരുടെ ആണത്വം. നമ്മൾ ആണുങ്ങളാണ് എന്ന് പറയുന്നേ ഉള്ളൂ. അവരുടെ മാർഗം നമ്മൾ സ്വീകരിച്ചാൽ നമ്മളും ആണുങ്ങളാണ്. നേരെ മറിച്ച് നമ്മൾ അവരുടെ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ആണത്വം നമ്മൾ തെളിവിക്കാത്ത ആളുകളായി പരാജയപ്പെട്ടു പോകും. സഹാബത്തിന് പ്രത്യേകത ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ അത് വന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ അത് അംഗീകരിച്ച് വിവരിച്ചു തന്നതാണ്. നിങ്ങൾ നോക്കി, സൂറത്തുൽ ഫതഹിൽ അള്ളാഹു പറയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. സഹാബത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ കുഫാറുകളെ സംബന്ധിച്ച് അവർ ശക്തരായ കർക്കശമുള്ള സ്വഭാവത്തിന്റെ ആളുകളാണ്. അവർ തമ്മിൽ വളരെയധികം റഹ്മത്തും വാത്സല്യവും ദയയുമുള്ള ആളുകൾ. അവരുടെ വലാ ബറാഇനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ കൃത്യമായി വിവരിക്കുന്നത്. സഹാബത്ത് സ്വീകരിച്ച അവരുടെ നിലപാടുകൾ, സത്യത്തിന്റെ ആളുകളോടും മുഅ്മിനീങ്ങളോടും ശരിയായ മാർഗത്തിലുള്ള ആളുകളോടും അവർ വളരെ ദയയും വാത്സല്യവും മുഅ്മിനീങ്ങൾ തമ്മിലുണ്ടാവേണ്ടുന്ന ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ വിശേഷണത്തിന്റെ ആളുകളായിരുന്നു. നേരെ മറിച്ച് കുഫാറുകളാണെങ്കിൽ അവരോട് കൃത്യമായ ആ ബറാവും ആ ശത്രുതയും ആ വെറുപ്പും അത് അവർ പ്രകടിപ്പിക്കുന്നവരായിരുന്നു. നമ്മിൽ പല ആളുകളും ഒരു പക്ഷേ ഈ സ്വഭാവത്തിനുടമകളാവുകയില്ല. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ്. അവർ ധാരാളം ഇബാദത്തിൽ മുഴുകുന്ന ആളുകളായിരുന്നു. അങ്ങാടിയിൽ സ്വറ പറയുന്നവരോ ഭൗതികമായ ചുറ്റുപാടുകളിൽ കെട്ടിമറിയുന്നവരോ അള്ളാഹുവിന്റെ കൃത്യമായ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തുന്നവരായിരുന്നില്ല. അവർ റുക്കൂയിലും സുജൂദിലുമാണ് നിനക്കവരെ കാണാൻ കഴിയുക. ആ പറയുന്ന ഇബാദത്തിൽ അവരുടെ ലക്ഷ്യം യബ്തഗൂന ഫളലൻ മിനല്ലാഹ്, അവരുടെ ഇഖ്ലാസാണ് ഇതുകൊണ്ട് അറിയിക്കുന്നത്. അവർക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുന്നവരായിരുന്നു. നമ്മുടെ പല ഇബാദത്തുകളും പല കാര്യങ്ങളിലും ഒരു പക്ഷേ വീഴ്ചകൾ കാണാൻ കഴിയും. ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. അവർ രാത്രി സമയങ്ങൾ, പ്രത്യേകിച്ച് സ്വകാര്യ സമയങ്ങൾ അവർ നിർവഹിക്കുന്ന ഇബാദത്തിന്റെ അതിൻ്റെ ഒരു ഗാംഭീര്യവും അതിൻ്റെ ഒരു പ്രകാശവും അതിൻ്റെ ഒരു പ്രസന്നതയും അവരുടെ മുഖങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നിസ്കാര തഴമ്പുകളല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖവാരിജുകളായ ആളുകളുടെ ശരീരങ്ങളിൽ സുജൂദ് റുക്കൂ കൊണ്ട് ധാരാളം തഴമ്പുകൾ ഉണ്ടായിരുന്നു. നിസ്കാരത്തിന്റെ തഴമ്പുകളല്ല, ഈമാനിന്റെ പ്രകാശം. അത് കാണുന്ന അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ഗാംഭീര്യം, അതിൻ്റെതായ ഒരു വെളിച്ചം നിനക്ക് കാണാൻ കഴിയും. ഇതായിരുന്നു ആ സഹാബത്ത്. ദാലിക മസലുഹും ഫി തൗറാത്ത്. ജൂതന്മാർക്ക് ലഭിച്ച, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ച തൗറാത്തിൽ അവരെക്കുറിച്ചുള്ള ഉപമ ഇങ്ങനെയാണ്. വമസലുഹും ഫിൽ ഇൻജീലി. ഇൻജീലിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ച ഇൻജീലിൽ അവരുടെ ഉപമ കസറഇൻ അഖ്റജ ശത്അഹു ഫആസറഹു. അതൊരു കൃഷി പോലെയാണ്. അവർ ആ കൃഷി അതിൻ്റെ ചെറിയ നാമ്പുകളെയും തൂമ്പുകളെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും അത് പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് വലുതായി, അത് ശക്തി പ്രാപിച്ചു. ഫസ്തഗലള ഫസ്തവ അലാ സൂഖിഹി. ആ പറയുന്ന ചെറിയ കന്നുകൾ അത് അതിൻ്റെ കാലിൽ, അതിൻ്റെ തണ്ടങ്കാലിൽ അത് നിൽക്കാൻ പ്രാപ്തമായി, അത് ശക്തി പ്രാപിച്ചു. യുഅജിബു സുറാഅ. കർഷകരായ ആളുകൾക്ക് ഇത് കാണുമ്പോൾ ആദ്യം ഒന്ന് നട്ടു, അതിൻ്റെ ഇടത്തും വലത്തും ചുറ്റുഭാഗത്ത് ചെറിയ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന്, ചെറിയ തൈകൾ വളർന്നു വന്ന് അതും ശക്തി പ്രാപിച്ചു. അതിൽ മുഴുവനും ധാന്യങ്ങളും കൃഷികളും വിത്തുകളും അവർക്ക് ലഭിക്കുന്നത് കർഷകനായ മനുഷ്യന് കാണുമ്പോൾ സന്തോഷവും ആവേശമുണ്ട്. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ വന്നു, ആ റസൂലിന്റെ സഹാബത്ത് വന്നു, അവരുടെ ശേഷം താബിഈങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും ഈ ദീന് സ്വീകരിച്ചു. ദീനുൽ ഇസ്ലാം അങ്ങനെ ഉയർന്ന് ശക്തി പ്രാപിച്ചു. ലിയഗീള ബിഹിമുൽ കുഫാർ. സത്യനിഷേധികൾ അത് കാണുമ്പോൾ അവരുടെ മനസ്സ് തളച്ചു പോകും, അവർക്ക് വെറുപ്പും ദേഷ്യവും ഉണ്ടാകും.
ഒരു പിതാവ്, ഒരു വ്യക്തി അവൻ ദീനുൽ ഇസ്ലാം കൃത്യമായി മൻഹജ് സ്വീകരിച്ചു, അവൻ്റെ ഭാര്യ അത് പഠിച്ചു, അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് കൃത്യമായ വിശ്വാസത്തിൻ്റെ, ശരിയായ ഇബാദത്തിൻ്റെ, ശരിയായ ദീനുൽ ഇസ്ലാമിൻ്റെ സ്വഭാവത്തിൻ്റെ അദബുകൾ അത് പഠിച്ച് മനസ്സിലാക്കി വളർന്നു വരിക. അതിന് വിരുദ്ധമായ കുഫാറുകളും മുജ്രിമീങ്ങളും മുബ്തദിഈങ്ങളും മുശ്രിക്കീങ്ങളും അവർക്ക് ഈ രംഗം കാണുമ്പോൾ മനസ്സിന് സഹിക്കൂല. അവരുടെ മനസ്സ് കത്തിക്കൊണ്ടേയിരിക്കും, അവർ വെറുത്തുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് സഹാബത്തിന് അല്ലാഹു വിശേഷിപ്പിച്ചത്. വഅദല്ലാഹുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി മിൻഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ. അവരിൽ നിന്നുള്ള ഈ വിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനം മഹത്തായ പ്രതിഫലങ്ങളും അവരിൽ നിന്ന് വന്ന വീഴ്ചകൾ പുറത്തു കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനത്തെ പ്രശംസ, ഇങ്ങനത്തെ ആദരവ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനല്ലാതെ ഈ ലോകത്ത് അവകാശപ്പെടാൻ ആർക്കാണുള്ളത്? അവരുടെ വഴി പിന്തുടർന്ന യഥാർത്ഥ സലഫികൾക്കല്ലാതെ വേറെ എവർക്കാണ് ഇതുപോലത്തെ പ്രശംസകളും ഇതുപോലത്തെ പ്രതിഫലങ്ങളും ഇതുപോലത്തെ വാഗ്ദാനങ്ങളും അവകാശപ്പെടാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടെ ഈ പറയുന്ന സഹാബത്തിൻ്റെ സ്ഥാനം അത് ഇത്ര ഉയർന്നതാണ്, ആദരണീയരാണ് എന്ന് വിശേഷിപ്പിച്ചു തരാണ്. അള്ളാഹുവാണ് സാക്ഷ്യം വഹിക്കുന്നത്. അവരുടെ ഹൃദയങ്ങൾ പരിശുദ്ധമാണ്, അവരുടെ ഈമാനിൽ സത്യസന്ധരാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്ന അവരെക്കുറിച്ച് നൽകുന്ന കൃത്യമായ വ്യക്തമായ ഒരു വിവരമാണ്. എന്നിട്ട് ഒരാൾ പറയാണ്, സഹാബത്ത് അവർ പറയുന്നത് പോലെ എന്തിനു കേൾക്കണം? അവരും ഞങ്ങളും ഒരുപോലെയല്ലേ? അറബി ഭാഷ നമുക്കും അറിയൂലേ? അങ്ങനെയല്ല. മറ്റൊരായത്തിൽ അള്ളാഹു സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഉനക തഹ്ത അഷ്ജറ. മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ മരത്തിന്റെ താഴ്ഭാഗത്ത് വെച്ച് അള്ളാഹുവിനോട് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം വഅതാബഹും ഫത്ഹൻ ഖരീബ. അവരുടെ മനസ്സിലുള്ള ഉദ്ദേശശുദ്ധി അള്ളാഹു കൃത്യമായി അറിഞ്ഞിരിക്കുന്നു. അള്ളാഹു അവരിൽ സമാധാനമിറക്കി. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പം തിരിച്ചു പോയാലും, ഇപ്പം ശത്രുക്കളിൽ നിന്ന് അവർക്ക് താങ്ങാൻ കഴിയാത്ത കരാറുകളിൽ ഒപ്പിട്ട് മടങ്ങിപ്പോയാലും വമ്പിച്ച വ്യക്തമായ വിജയം അള്ളാഹു അവർക്ക് പ്രതിഫലമായി കൊണ്ട് നൽകുന്നു എന്ന് പറഞ്ഞ ആയത്ത് അള്ളാഹു തൃപ്തിപ്പെട്ടു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആരാണ് ഈ ലോകത്ത് വേറെയുള്ളത്? അള്ളാഹു തൃപ്തിപ്പെട്ട ഈ ബഹുമാന ആദരണീയരായ ഈ സഹാബത്തിന്റെ ഇതുപോലത്തെ പ്രതിഫലങ്ങൾ, ഇതുപോലത്തെ ആദരവ് അവകാശപ്പെടാൻ ഇവിടെ വേറെ ആർക്കാണുള്ളത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഅലിമ മാ ഫീ ഖുലൂബിഹിം മിനസ്സുദ്ഖി വൽ വഫാഇ വസ്സംഇ വത്ത്വഅ. അവരുടെ സത്യസന്ധത, അവരുടെ വാക്ക് അവർ പാലിക്കുന്ന കാര്യത്തിൽ പൂർത്തീകരിക്കുന്ന, അവർ പറഞ്ഞത് കേൾക്കുന്ന, അനുസരിക്കുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് നൽകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ അനുകരിക്കാൻ പോകുകയാണെങ്കിൽ മരിച്ചുപോയ ആളുകൾ അനുകരിച്ചുകൊണ്ടി. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. ജീവിച്ചിരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനും മറിയാനും മാറ്റം വരുത്താനും സാധ്യതയുണ്ട്. ആരാണ് ഈ മരിച്ചുപോയ ആളുകൾ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉദ്ദേശിച്ചത്? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരെ നിങ്ങൾ മാതൃകയാക്കിക്കൊണ്ടിരുന്നവർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്നത് സഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രമുഖനായ പണ്ഡിതനായ സഹാബിയാണ്. അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന്റെ സഹാബത്തിനെ നിങ്ങൾ മാതൃകയാക്കിക്കൊണ്ടി. എന്താ കാരണം? അതിന് കാരണം കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൽ വന്ന ഏറ്റവും ശ്രേഷ്ഠരാണ് അവര്. അബർറഹ ഖുലൂബൻ. മനസ്സ് ഏറ്റവും നന്മ ഉടയതായിരുന്നു. വഅഅമഖഹ ഇൽമൻ. ഏറ്റവും ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ളവരാണ്. വഅഖല്ലഹ തകല്ലുഫൻ. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളും കെട്ടിക്കൊടുക്കൊന്നുമില്ല, തിരിയാത്തതൊന്നും ഉണ്ടാകൂല, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നും ഉണ്ടാകൂല. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനിഹി. അള്ളാഹുവിൻ്റെ റസൂലിന്റെ കൂട്ടുകാരാകാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് അവരെ. അള്ളാഹുവിൻ്റെ റസൂലിന്റെ അനുചരന്മാരാകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അവരെയാണ്. എന്തുകൊണ്ട് നമ്മളെ ആരെയും തെരഞ്ഞെടുത്തില്ല? അള്ളാഹുവിൻ്റെ ദീൻ ഈ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി ആ റസൂലിന്റെ കൂടെ സഹായികളായി അള്ളാഹുവാണ് അവരെ നിശ്ചയിച്ചത്. അതുകൊണ്ട് ഫഅരിഫൂ ലഹും ഫദ്ലഹും. അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം. വത്തബിഉഹും ഫീ ആഥാരിഹിം. അവരുടെ കാൽപാദങ്ങളിൽ അവർ ബാക്കി വെച്ച ഈ ദീനിൽ നിങ്ങൾ അവരെ പിന്തുടരാൻ തയ്യാറാവണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം. അവരുടെ സ്വഭാവത്തിൽ നിന്ന് അവർ സ്വീകരിച്ച ദീൻ കഴിവിന്റെ പരമാവധി നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം. അവർ യഥാർത്ഥ ചൊവ്വായ നേരായ സന്മാർഗത്തിലാണ് ഈ ലോകത്ത് സഞ്ചരിച്ചത്. ഒരാൾക്കിത് പോരെ? കൃത്യമായ വഴിവിടണ്ടെങ്കിൽ, മാതൃകയുണ്ടെങ്കിൽ അതല്ലേ ഒരു മനുഷ്യൻ വിജയം പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ സ്വീകരിക്കേണ്ടത്? വഖദ് വഅദല്ലാഹുൽ മുഹാജിരീന വൽ അൻസാരി ബിൽ ജന്നാത്തി വൻ നഈമിൽ മുഖീം. അള്ളാഹു അവർക്ക് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തു. അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒരാൾ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് സംശയം
അത് ഒരാൾ മനസ്സിൽ വരൂല. അവർ നമ്മളിലേറെ ശ്രേഷ്ഠരാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരാൾ സംശയിക്കേണ്ട ആവശ്യം ഇല്ല തന്നെ. മുമ്പ് നമ്മൾ കേട്ട ഈ ആയത്തുകൾ, ഈ പറയുന്ന ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്തു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബികളെ നിങ്ങൾ ചീത്ത വിളിക്കരുതേ, നിങ്ങൾ അവരെ ആക്ഷേപിക്കാനും വിമർശിക്കാനും പോകരുതേ. ഫവല്ലദീ നഫ്സി ബിയദി, ഏതൊരുത്തൻ്റെ കയ്യിലാണോ എൻ്റെ നഫ്സുള്ളത് അവനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാ സത്യം. ലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ, നിങ്ങളിൽപ്പെട്ട ഒരാൾ ഉഹുദ് പർവ്വതം പോലത്തെ സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുകയാണ്. ഉഹുദ് പർവ്വതം എന്ന് പറയുന്നത് മദീനയിൽ പോയ ആളുകൾക്ക് കാണാം, പരന്ന് വിശാലമായി ഉയർച്ചയിൽ നിൽക്കുന്ന അത്ര വലിയ ആ പർവ്വതത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ചെലവാക്കി എന്ന് വെക്കുക. എന്നാൽ പോലും മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു, അവരൊരു പോങ്ങ ചെലവാക്കിയതിൻ്റെ അതല്ലെങ്കിൽ അതിൻ്റെ പകുതിൻ്റെ അവിടേക്ക് ഈ പറയുന്ന ഉഹുദ് പർവ്വതം പോലത്തെ സ്വർണം എത്തുകയില്ല. അവരും നിങ്ങളും തമ്മിൽ ഇത്തരം അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രേഷ്ഠത, അവരുടെ പദവി, അവരുടെ ബഹുമാനം അത് നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിമീങ്ങളെ. ഈ മുമ്പ് നമ്മൾ പറഞ്ഞ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഖത്തീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കിഫായ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലും ഈ സഹാബികളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് പ്രശംസിച്ചതൊന്നും നമ്മൾ കേട്ടിട്ടില്ല എന്ന് വെക്കുക, നമുക്കതൊന്നും അറിയൂല എന്ന് വെക്കുക. പക്ഷേ ഈ സഹാബികളുടെ ചരിത്രങ്ങൾ, ദീനുൽ ഇസ്ലാമിൽ അവർ ചെയ്ത കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ അവർ യുദ്ധം ചെയ്തത്, ദീനിനെയും റസൂലിനെയും ദീനിനെയും സഹായിച്ചത്, അവരുടെ ശരീരത്തെയും സമ്പത്തും ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചത്, അവരുടെ പിതാക്കന്മാരും സന്താനങ്ങളെയും ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത്, ഒറ്റപ്പെട്ടത്, ദീനിൽ നമ്മുടെ ശേഷം വരുന്ന ആളുകൾക്ക് വേണ്ടി കൃത്യമായി ഇത് പഠിച്ച് മനസ്സിലാക്കി നമുക്കത് കൈമാറിയത്, അവരുടെ ഈമാനിൻ്റെ ശക്തി, അവരുടെ യഖീന്, ഇതൊക്കെ തന്നെ അവരുടെ നീതിയുക്തമായ അവരുടെ ജീവിതം, ഇതൊക്കെ ഒരാൾ കണ്ടാൽ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാകും അവരെയാണ് മാതൃകയാക്കേണ്ടത്, അവർ ചെയ്തതുപോലെയാണ് ഞാനും ചെയ്യേണ്ടത് എന്ന്. ഇവന് രക്ഷ, വിജയം താല്പര്യമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവൻ സ്വീകരിക്കേണ്ടത് ഇത് തന്നെയാണ് എന്ന്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റൊരു അഥറിൽ കൂടെ പറഞ്ഞു, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, മുഹമ്മദ് നബിയുടെ ഹൃദയമാണ് ഏറ്റവും പരിശുദ്ധവും പവിത്രവുമായി അള്ളാഹു കണ്ടത്. അപ്പൊ ഫസ്തഫാഹു ലിനഫ്സിഹി, റസൂലും നബിയുമാകാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വേറെ എത്ര ആളുകളുണ്ടായിരുന്നു? അന്നുണ്ടായിരുന്ന പല മുശ്രിക്കീങ്ങളും പറയുമായിരുന്നു, ഇവനെ മാത്രമാണോ അള്ളാഹു പ്രവാചകനാക്കാൻ വേണ്ടി കണ്ടുവച്ചത് എന്ന്. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, അള്ളാഹുവിനറിയാ ആരെയാണ് റസൂലാക്കണ്ടി, അതിന് യോഗ്യനും അർഹനും ആരാണ് എന്ന് അള്ളാഹുവിനറിയും എന്നാണ് അള്ളാഹു അതിന് മറുപടി കൊടുത്തത്. അള്ളാഹു റസൂലിനെ തെരഞ്ഞെടുത്തു. ഫബ്തഅസഹു ബിരിസാലതിഹി, അള്ളാഹുവിന്റെ റിസാലത്ത് കൊണ്ട് ആ റസൂലിനെ അയച്ചു. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم, പ്രവാചകന്റെ ശേഷം പിന്നെ ഈ ലോകത്തുള്ള സൃഷ്ടികളുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു നോക്കി. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരുടെ മനസ്സുകൾ, ഹൃദയങ്ങളാണ് മനുഷ്യരുടെ ഹൃദയം ഏറ്റവും ഉത്തമരായിട്ട് അള്ളാഹു കണ്ടെത്തിയത്. അപ്പൊ ഫജഅലഹും വുസറാ നബിയിഹി, ആ പ്രവാചകന്റെ മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ സഹായികൾ, മുന്നിലും പിന്നിലുമുള്ള സഹായികളാക്കി ഈ അസ്ഹാബിനെ, സഹാബത്തിനെ. യുഖാതിലൂന അലാ ദീനിഹി, ആ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിന്റെ പേരിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നവര്. അതുകൊണ്ട് ഫമാറ അൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, ഈ പറയുന്ന മുസ്ലിമീങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തായ മുസ്ലിമീങ്ങൾ നല്ലതായി കണ്ടത് അള്ളാഹുവിന്റെ അടുക്കലും അത് നല്ലതാണ്. വമാറ ഔഹു സയ്യിഅൻ, അവർ ചീത്തയാണ് തിന്മയാണ് എന്ന് കണ്ടത് ഫഹുവ ഇൻദല്ലാഹി സയ്യിഉൻ, അള്ളാഹുവിന്റെ അടുത്ത് അത് ചീത്തയാണ് തിന്മയാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് വേണം, നന്മ വേണം, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ സഹാബത്തിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്, ഈ സഹാബത്ത് സ്വീകരിച്ച വഴിയാണ് അവർ പിൻപറ്റേണ്ടത് എന്ന് കരുതി അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ മുഴുവനും സുരക്ഷിതരാണ്, പാപമുക്തരാണ്, മഅസൂമീങ്ങളാണ് എന്നൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നില്ല. നമ്മളങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നത് അവർ മനുഷ്യരാണ്, നമുക്ക് തെറ്റുകൾ പറ്റുന്നത് പോലെ, നമ്മളെടുത്ത് വീഴ്ചകൾ വരുന്നത് പോലെ അവരുത്തും തെറ്റുകളും വീഴ്ചകളും പാപങ്ങളും പറ്റാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്താലും തൗബയും ഇസ്തിഗ്ഫാറുമായി പോകുന്ന പക്ഷം അവരുടെ തെറ്റുകൾ അല്ലാഹു, പാപങ്ങൾ അല്ലാഹു സൽക്കർമ്മങ്ങളായി മറിച്ചു കൊടുക്കും. അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും, പുറത്തു കൊടുക്കും. ഈ പറയുന്ന പ്രതിഫലം നമ്മൾ ഓരോരുത്തരും അർഹരാണ് എന്നുണ്ടെങ്കിൽ ഇതിലേറെ അർഹർ ഈ പറയുന്ന സഹാബികളാണ്. അവർ ചെയ്ത സൽക്കർമ്മങ്ങളുണ്ട്, അവർ ചെയ്ത ത്യാഗങ്ങളുണ്ട്, അവരുടെ ഇഖ്ലാസുണ്ട്,
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ അവർ നിന്ന് ദീനുൽ ഇസ്ലാമിന് ചെയ്ത സേവനങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊക്കെ പിടിപെടുന്നത് പോലത്തെ ദുരിതങ്ങളും വിപത്തുകളും ഒരു മനുഷ്യന് പിടിപെട്ടാൽ അവൻ്റെ അടുത്ത് വന്ന തെറ്റുകുറ്റങ്ങൾ, ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. ഈ പറയുന്ന ഒരു പ്രതിഫലം, ഈ പറയുന്ന ഒരു സഹായം നമുക്കുണ്ടെങ്കിൽ, ഈ പറയുന്ന സഹാബികൾ നമ്മളിലേറെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും ത്യാഗം സഹിച്ചവരും കഷ്ടതകളും യാതനകളും നേരിട്ടവരാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലമായി കൊണ്ട് അള്ളാഹു അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. അവർ മാസൂമ്യങ്ങളാണ്, പാപമുക്തരാണ്, കുറ്റമുക്തരാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനത്തെ പരിധി വിട്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുമില്ല. ഇത്രയേ ഉള്ളൂ. സഹാബികൾ തെറ്റ് ചെയ്തിട്ടില്ലേ? അപ്പോൾ അവരെ നമ്മളിങ്ങനെ മാതൃകയാക്കി തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത തെറ്റ് അള്ളാഹു പുറത്തു തരാ എന്ന് വാഗ്ദാനമുണ്ടെങ്കിൽ, അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാറും തോബയും സൽക്കർമ്മമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾക്ക്, വാഗ്ദാനങ്ങൾക്ക് നമ്മിലേറെ ഏറ്റവും അർഹരും യോഗ്യരും അവരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്ന് പറയുന്നത് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഇത് കേട്ടൊരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ ഒരു സലഫി അല്ലാതാകുക എന്നുള്ളത് സംഭവിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ്. ആ പറയുന്നവരുടെ മാർഗം സ്വീകരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്, അനിവാര്യമാണ്. വിജയിക്കണമെന്നുണ്ടെങ്കിൽ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യവുമാണ്. അതുകൊണ്ട് അന്നൽ ഇത്തിബാ സബീലിൽ മുഅ്മിനീന മിന സലഫി അൽ മാദിന വാജിബുൻ വഅലൈഹി ഫൽ ഇൻതിസാബു ഇലൈഹിം ശറഫുൻ വഇസ്സുൻ. അത് നമുക്ക് നിർബന്ധമാണ്, അനിവാര്യമാണ്. ഒരാൾ ഞാൻ സലഫിയാണ് എന്ന് പറയാം, പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അവൻ്റെ അടുത്ത് ഈ മൻഹജ് അഖീദ കൃത്യമായി ഉണ്ടെങ്കിൽ അത് അവന് ആദരവാണ്, ബഹുമാനമാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ ഐബ അലാ മൻ അൽഹറ മദ്ഹബ സലഫ് വൻതസബ ഇലൈഹി വഅതസ ഇലൈഹി. സലഫി മദ്ഹബ്, ഈ പറയുന്ന മൻഹജ് അതിലേക്ക് ചേർന്നു, അതനുസരിച്ച് പോയി, ഞാൻ അതാണ് എന്ന് പറഞ്ഞു, അതിൽ യാതൊരു കുറവുമില്ല, ഒരു ആക്ഷേപവുമില്ല എന്ന് മാത്രമല്ല, ബൽ യജിബു ഖബൂലു ദാലിക മിൻഹു, അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഫഇന്ന മദ്ഹബ സലഫി ലാ യകൂനു ഇല്ലാ ഹഖ്ഖാ, കാരണം അവരുടെ മാർഗം അത് സത്യമല്ലാതെ ആവുകയില്ല തന്നെ. അതുകൊണ്ട് മുൻഗാമികളായ അഇമ്മത്ത്, ഇമാം ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഇസ്ബിർ നഫ്സക അല സുന്ന, ഈ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോ. വഖിഫ് ഹൈസു വഖഫൽ ഖൗം, ആ സഹാബത്ത് എവിടെ നിന്നോ അവിടെ നിന്നോണ്ടി. വഖുൽ ബിമാ ഖാലു, അവര് പറഞ്ഞതുപോലെ മാത്രം പറയുക. വഖുഫ അമ്മാ കഫു, അവര് മുണ്ടാതെ മൗനം പാലിച്ച സ്ഥലങ്ങൾ നീയും മൗനം പാലിക്കുക, പറയാതെ ചെയ്യാതെ നിൽക്കുക. വസ്ലുക് സബീല സലഫിക സ്വാലിഹ്, നിന്റെ മുൻഗാമികളായ ആളുകളുടെ ആ മാർഗം അതിൽ നീ സഞ്ചരിച്ചോ. ഫഇന്നഹു യസ്അഉ കമാ വസിഅഹും, അവർക്ക് വിശാലമായതൊക്കെ നിനക്കും വിശാലമാകും. അവരെ കൃത്യമായി പിന്തുടർന്നോ, ഫോളോ ചെയ്തു. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, മഹാനായ ആ പണ്ഡിതൻ പറഞ്ഞു, അലൈക ബി ആഥാരി സലഫ്, മുൻഗാമികളുടെ അവരുടെ കാൽപാദങ്ങൾ നീ മുറുകെ പിടിച്ചോ, അവരെ നീ മാതൃകയാക്കിക്കോ. വ ഇൻ റഫളക അന്നാസ്, ആളുകൾ നിന്നെ ഒഴിവാക്കിയാലും, മറ്റുള്ളവർ നിന്നെ പരിഗണിക്കുന്നില്ല, വിഷയാക്കണ്ട. വ ഇയ്യാക വ ആറാ അർജാൽ, മറ്റുള്ള മനുഷ്യന്മാരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നത് അത് നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വ ഇൻ സഖറഫു ലക്കൽ ഖൗൽ, എത്ര നല്ലതായിട്ട് അലങ്കരിച്ചുകൊണ്ട് നിനക്ക് വിഷയം അവതരിപ്പിച്ചു തന്നാലും, ഫ ഇന്നൽ അംറ യൻജലി, കാര്യം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തിരിയും. ഹീന യൻജലി വ അൻത മിൻഹു അലാ ത്വരീഖിൻ മുസ്തഖീം, ചൊവ്വായ നേരായ മാർഗത്തിൽ നീ മുന്നേറുന്ന സമയത്ത് നിനക്ക് കാര്യം കൃത്യമായി തിരിയും, മനസ്സിലാകും. അത് മനസ്സിലാകും. മുൻഗാമികളായ ആളുകൾ പിന്നീട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സമയത്തിന്റെ ദൗർബല്യം കൊണ്ട്, ഈ പറയുന്ന സലഫിയത്ത് എന്ന് പറഞ്ഞ ഒരാൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കരുതി അവർ മുഴുവനും സലഫികളാകണം എന്നൊന്നുമില്ല. ചില ആളുകൾ സലഫിയത്ത് അവർ വാദിക്കും, അവർ പറയും, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ നിലപാടുകളും കടുകവിരുദ്ധമായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ സലഫിയത്ത് ഒരാൾ മുറുകെ പിടിച്ചു പോകുന്ന പക്ഷം കാന വസതൻ, അവൻ മധ്യത്തിൽ കൂടെ നേരെ ചൊവ്വായ മാർഗത്തിലായിരിക്കും. ബൈന ഫിറഖിൽ ഹലാക്കി വല്ലലാൽ, വഴികേടിന്റെയും നാശത്തിന്റെയും പല കക്ഷികളുടെ ഇടയിൽ അവൻ്റെ അടുത്ത് കൂടുതലുണ്ടാകൂല, അവൻ്റെ അടുത്ത് കുറവുണ്ടാകൂല. അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ചതെന്ന് കൃത്യമായി അത് പിന്തുടർന്നുകൊണ്ട് പോകുന്ന ആളായിരിക്കും. അവൻ്റെ അടുത്ത് ഏറുണ്ടാകൂല, കുറവുണ്ടാകൂല. ഇമാം ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മാമിൻ അംറിൻ അമറല്ലാഹു തആല ബിഹി, അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഏത് കാര്യമാണെങ്കിലും പിശാച് അതിൻ്റെ ഇടയിൽ വരും. രണ്ടാലൊരു കാര്യം ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവൻ ജാഗ്രത കാണിക്കും. ഏതെങ്കിലും കിട്ടിയാൽ മതി പിശാചിന്. ഒന്നിരിക്കൽ അൽ ഗുലുവു അവി തഖ്സീർ, ഒന്നിരിക്കൽ പരിധി വിടും. സലഫിയാണ് എന്ന് പറഞ്ഞിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻകഴിഞ്ഞു പോയ ഇമാമുകളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളും ഇവരൊക്കെ കടന്നിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാകും. ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ മാത്രമേ സലഫികളുള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ ഗുലുവുണ്ടാകും. അത് കരുതണം.
അതല്ലാന്നുണ്ടെങ്കിൽ തഖ്സീർ ഉണ്ടാകും, വീഴ്ചയും കുറവുകളും അള്ളാഹുവിൻ്റെ കൽപ്പനകളും അധ്യാപനങ്ങളും സ്വീകരിക്കാതെ അള്ളാഹു ഗഫൂറുർ റഹീമാണ് എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ടാകും. സലഫിയത്ത് രണ്ടിൻ്റെയും ഇടയിലാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം അടിമകളോട് കൽപ്പിച്ചിട്ടുണ്ടോ പിശാചിനവിടെ രണ്ട് നസുഖത്തുണ്ടാകും. രണ്ടാലൊന്ന്, ഒന്നിരിക്കൽ ഇമ്മാ തഖ്സീറുൻ വ തഫ്രീത്തുൻ, ഒന്നിരിക്കൽ കൃത്യമായി ചെയ്യാനയക്കാതെ കുറവും വീഴ്ചയും വരുത്തും. അതല്ലെങ്കിൽ ഇമ്മാ ഇഫ്റാത്തുൻ വ ഗുലൂവുൻ, പരിധി വിട്ട് കടന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഈ പറയുന്ന അടിമയിൽ നിന്ന് ഏത് കിട്ടിയാലും പിശാച് വിജയിച്ചു. അവന് ഏതെങ്കിലും ഒന്ന് നേടിയാൽ മതി. അത് രണ്ടിലും പോകാതെ കൃത്യമായ സിറാത്തുൽ മുസ്തഖീമിൽ നീതിയുക്തമായ മാർഗം അത് മുറുകെ പിടിക്കണം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാള് ദീനിന്റെ കാര്യത്തിൽ അവന് അലസതയും വീഴ്ചതയും തളർച്ചയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടി പിശാച് പിടിക്കും. എന്നിട്ട് അവന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ അനുവദിക്കാതെ, നിസ്കാരാണെങ്കിൽ ഇബാദത്താണെങ്കിൽ ഓരോന്നാട്ടുകാരൊക്കെ അങ്ങനല്ലേ, ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനല്ലേ, ഇവിടെ ഒന്നും കഴിയാത്തതല്ലേ, നമുക്ക് ജോലിയില്ലേ, നമുക്ക് തിരക്കില്ലേ, കുടുംബങ്ങളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഗഫൂർ റഹീമല്ലേ, അള്ളാഹു തല രക്ഷിക്കൂലേ, സഹായിക്കൂലേ, സ്വർഗം തരൂൽ എന്ന് പറഞ്ഞ് ആ ഭാഗത്തിൽ കൂടെ പിടിച്ച് ഈ മനുഷ്യനെ പരാജയപ്പെടുത്തും. അതല്ല വേറെ ഒരാൾ അവൻ്റെ അടുത്ത് തലബുല്ലിൽ നമുക്ക് അത്യാവശ്യമാണ്, ദീനെക്കുറിച്ച് മനസ്സിലാക്കണം, പെരും കുടുംബത്തിൽ നിന്ന് ദീനില്ലാത്തവരാണ്, നാട്ടിലൊക്കെ അങ്ങനെ നാശം ഫിത്തനയാണ്, അപ്പോൾ നമ്മൾ ദീന് മനസ്സിലാക്കണം, കൃത്യാക്കണം എന്ന് പറയുമ്പോൾ പിശാച് ആ ഭാഗത്തിൽ കൂടെ വന്നിട്ട് അവിടെ പോയി പഠിച്ചാലൊന്നും പറ്റൂല, മർക്കസിലൊന്നും പോയി നടക്കൂല, നമ്മൾ കുറച്ചിങ്ങോട്ട് വേറുള്ള ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകണം, വേറെ യമനിൽ പോകണം, വേറുള്ള നാട്ടിലേക്ക് പോകണം, വേറെ കൃത്യമായ നമ്മളെ മശായിഖന്മാരുടെ അവിടെ തന്നെ പോകണം, ബെരുത്ത് പോയാൽ നടക്കൂല, ഫോട്ടോ അത് പ്രശ്നമാണ്, വേറെത് പ്രശ്നമാണ്. ഈ പറഞ്ഞ നിലയ്ക്ക് ഈ മനുഷ്യനെ മുന്നോട്ട് തള്ളി ഒന്നിരിക്കൽ അവനെ പരിധിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ശേഷം വരുന്ന സഹോദരന്മാർ ഈ ഒലുവിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ദീന് ശരിയായ നിലക്ക് മനസ്സിലാക്കിയതിൽ മുന്നേറാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന വിഷയത്തിൻ്റെ ഇവിടെ സലഫികളായ അതിൽ മുന്നേറുന്ന ആളുകൾക്ക് നസിഹത്തായി കൊണ്ട് പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇയ്യാക്കും അൻ തുബ്ഗിളു അൽ മൻഹജ സലഫി, സലഫി മൻഹജിനെ ഒരിക്കലും നിങ്ങൾ വെറുക്കാൻ പോകരുത്. ലി അജലി അഖ്താഇ ബഅദിൽ മുൻതസിബീന ലിസ്സലഫിയ്യ, സലഫിയത്തിലേക്ക് ചേർന്ന ചില ആളുകൾക്കുള്ള വീഴ്ചകളോ അവർക്കുള്ള കുറവോ അത് അദബുകേടുകളോ എന്തെങ്കിലും ഒരു തെറ്റുകളോ കണ്ടിട്ട് സലഫി മൻഹജിനെ വെറുക്കാൻ പോകരുത്. ഫസ്സലഫിയ്യതു ദീനുൻ മഅസൂം, സുരക്ഷിതമായ വിജയം അനിവാര്യമായ അത് പൂർണ്ണമായി നമുക്ക് നൽകിത്തരുന്ന ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ ആ മൻഹജാണ് സലഫിയത്ത്. വലാകിൻ അൽ അഷ്ഖാസുൽ സലഫിയ്യന ഗൈറു മഅസൂമീൻ, സലഫികൾ എന്ന് പറയുന്ന ആളുകൾ പാപമുക്തരല്ല, തെറ്റുകൾ വരാം, മനുഷ്യരാണ്, വീഴ്ചകൾ ഉണ്ടാകാം. അതുകൊണ്ട് സലഫിയത്തിനെ ഒരിക്കലും നിങ്ങൾ വെറുക്കാൻ നിൽക്കരുത്. ഖദ് യകൂനു ശഖ്സു സലഫിയൻ ഫീ അഖീദതിഹി, ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസത്തിലൊക്കെ വിശ്വാസപരമായ കാര്യങ്ങൾ സലഫിയായിരിക്കാം, പക്ഷേ വലാകിന്നഹു ലൈസ സലഫിയൻ ഫീ തർബിയതിഹി വസുലൂകിഹി, അവന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ വിഷയത്തിലൊക്കെ അവൻ കൃത്യമായ സലഫിയത്ത് അറിഞ്ഞുകൊള്ളണം, അത് ഫോളോ ചെയ്തു കൊള്ളണം എന്നില്ല. ചിലപ്പോൾ തെറ്റുകളോ വീഴ്ചകളോ കുറവുകളോ ഉണ്ടാകും എന്ന് കരുതി ഈ മൻഹജ് വെറുത്തുകൊണ്ട് പോകരുത്. കൃത്യമായി ഇത് പഠിക്കണം. അതേപോലെ തന്നെ ശേഷമുള്ള സഹോദരന്മാർ ഈ തർബിയത്തിന്റെ കാര്യങ്ങൾ, സുലൂക്കിന്റെ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസുകൾ പങ്കെടുക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും പറഞ്ഞതും സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لك الحمد حمدا كثيرا طيبا مباركا فيه. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.